യുദ്ധത്തിൻ്റെ 108-ാം ദിവസം ഈ ജൂൺ 15-ാം തീയതി ലോകമറിയുന്ന സുപ്രധാനമായ തീരുമാനം. ജൂൺ 19 വെള്ളിയാഴ്ച യുദ്ധം അവസാനിക്കാൻ പോകുന്ന കരാറിൽ അമേരിക്കയും ഇറാനും സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പിടാൻ പോകുന്നു എന്ന് അമേരിക്കയുടെയും ഇറാൻ്റെയും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതാണ്. ആശ്വാസകരമായ കാര്യമാണ്. ഈ 108 ദിവസമായി മനുഷ്യൻ ലോകം മുഴുവനും നീറിക്കൊണ്ടിരിക്കുന്നതിന് ഒരവസാനമാകാൻ പോകുന്നു. ഈ വാർത്ത അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ 19-ാം തീയതി ഒപ്പിടാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ മാർക്കറ്റിൽ എണ്ണവില കുറയുന്നു. $83 ഒരു ബാരലിന് എന്ന രൂപത്തിൽ കഴിഞ്ഞ 3-3.5 മാസത്തിനിടയിലായിട്ടില്ല. ആ വിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആശ്വാസം പകരുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യവസ്ഥകൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ഈ ഒപ്പിട്ട ജൂൺ 19 ഒപ്പിടൽ കഴിഞ്ഞാലുടൻ അമേരിക്കയുടെ നാവിക വ്യൂഹം അവിടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ബ്ലോക്കേഡ് ആ ഉപരോധം പിൻവലിച്ചങ്ങോട്ട് മാറാൻ തുടങ്ങും. ഉടൻ തന്നെ ഇറാൻ പ്രഖ്യാപിക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നിടാൻ പോകുന്നു ലോകത്തിന് വേണ്ടി. ഇത് 2 കാര്യങ്ങളിലും തീർപ്പായിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത്. എന്നാൽ ഇറാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷം സംഭാഷണത്തിൽ മെമ്മോറാണ്ടത്തിൽ എഴുതി ചേർത്തൊരു കാര്യമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി പോകുമ്പോൾ ആ കപ്പലുകൾ ഒരു ഫീസ് ഇറാന് കൊടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായി എന്നതുകൂടി ഡ്രാഫ്റ്റിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസികൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമതൊരു വിഷയമായിട്ട് ഇപ്പോൾ വരാൻ സാധ്യത. ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ലെബനോനിലും സിറിയയിലും ഗസയിലും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സൈനികരെ പട്ടാളക്കാരെ പിൻവലിക്കില്ല, അതവിടെ തുടരും എന്നാണ്. ഇതൊരു വിഷയമാകാൻ സാധ്യതയുണ്ട് എന്ന് ഇറാനിലെ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലെബനോനും കൂടി ചേരുന്നൊരു കരാറിൽ മാത്രമേ 19-ാം തീയതി ഒപ്പിടുകയുള്ളൂ എന്ന് ഇറാനിലെ ചില വൃത്തങ്ങൾ പറഞ്ഞതായിട്ടും റിപ്പോർട്ട് പറയുമ്പോൾ ആശങ്ക മുഴുവനായി അകന്നു പോയിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ കൂടി പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തിങ്കളാഴ്ച ജൂൺ 15-നെ കടത്തിവിടുന്നത്. കൂട്ടത്തിൽ ആശ്വാസമായി മാറുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇറാന്റെയും അമേരിക്കയുടെയും ഉന്നത വൃത്തങ്ങൾ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഈ 19-ാം തീയതിയിലെ അവസാനത്തെ കരാർ ഒപ്പിടുന്നതിൻ്റെ ആ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുന്നു എന്നുള്ള കാര്യമാണ്. അതെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഒന്നിച്ചു കൂടുമ്പോൾ പ്രതിസന്ധികൾ വരാതിരിക്കാൻ, തർക്കങ്ങൾ വരാതിരിക്കാൻ, പുതിയ വെല്ലുവിളികൾ ഉണ്ടാവാതിരിക്കാൻ ദോഹ നോക്കും എന്നാണ് ലോകം ഇപ്പോൾ കരുതുന്നത്. എല്ലാ കണ്ണുകളും 19-ന് മുമ്പ് ദോഹയിലേക്ക് തിരിയുകയാണ്. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.